ഹായ് ഹലോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ തണുപ്പൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പുറത്ത് പടിക്കൽ ലൈറ്റ് കത്തുന്നുണ്ട്, അത് ഓഫാക്കിയിട്ട് വരികയാണ് കേട്ടോ ഞാൻ. അപ്പോൾ രാവിലെ അടുക്കളയിലെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു. ബ്രൗണി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിക്കുള്ളതും ഉപ്പേരിക്കുള്ളതൊക്കെ റെഡിയാക്കാൻ ഞാൻ അടുക്കളയിൽ കയറി. അതൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേനും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് അപ്പൂസിനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയപ്പോൾ അവൻ രാവിലെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുകയാണ് കേട്ടോ. ഇന്ന് അവന് സ്നാക്സായി കൊടുത്തു വിടാൻ പോപ്കോണാണ് കേട്ടോ റെഡിയാക്കിയത്. ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ഒന്ന് പോപ്കോൺ കൊടുത്തു വിടാമെന്ന് വെച്ചിട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി അവന് ഒരുവിധം സോപ്പിട്ട് ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് സ്കൂളിലേക്കും ഇഡ്ഡലി തന്നെയാണ് കൊടുത്തു വിടുന്നത്. ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോയാൽ. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചു. പോപ്കോണൊക്കെ ആക്കി പാത്രത്തിൽ കൊടുത്തിട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ കുറച്ച് സാമ്പാറും കൂടെ ഒഴിച്ച് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പേരി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോളകം ഉണക്കിയത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ പോപ്കോൺ ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അപ്പൂസ് ഇന്ന് നല്ല ഹാപ്പി ആയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. കാരണം സ്കൂൾ 10-15 ദിവസമായി അടച്ചിട്ട് ഇന്നാണ് തുറക്കുന്നത്. പിന്നെ ന്യൂ ഇയർ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഫ്രണ്ടിന് ഗിഫ്റ്റൊക്കെ ഞാൻ വാങ്ങി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൈ പിടിച്ച് തന്നെ പുറത്ത് എഴുതിപ്പിച്ചു കേട്ടോ. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുന്നു, അമ്മ ഐ ലവ് യു ഹാർട്ടൊക്കെ വേണ്ടേന്ന്. അപ്പോൾ അവൻ തന്നെ അതിലൊക്കെ വരച്ച് റെഡിയാക്കി ഒക്കെ സെറ്റാക്കിയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിത്രമൊക്കെ ഞാൻ വരച്ചു കൊടുത്തു. പക്ഷേ എഴുതാനുള്ളത് ഞാൻ കൈ പിടിച്ച് അവനെയും കൊണ്ട് എഴുതിപ്പിക്കുക ചെയ്ത്. ഹാർട്ടൊക്കെ അവൻ വരച്ചു കേട്ടോ. അപ്പോൾ ഒരു മോതിരം ഇന്നലെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഗിഫ്റ്റായി കൊടുക്കാം ഇതിലാണ് അവൻ ഇങ്ങനെ വർത്താനം പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നവൻ നല്ല ഹാപ്പിയാണ്. സ്കൂളിൽ പോകാൻ പൊതുവേ കുറേ ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ. പക്ഷേ അപ്പൂസിന് ഇന്ന് എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു. അമ്മമ്മയോട് പറയുന്നുണ്ടായിരുന്നു, കുറേ ദിവസമായില്ലേ സ്കൂളിൽ പോയിട്ട്, എന്തായാലും ഒന്ന് പോട്ടെ, എത്ര ദിവസം ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. തുമ്പിക്കുട്ടി ഇത് ഉറക്കത്തിന് എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ദാപ്പുവിനെ സ്കൂളിൽ കയറ്റാനായിട്ട് ഞാൻ മുകളിലോട്ട് പോവാണ് കേട്ടോ. കുറച്ച് മുകളിലോട്ട് കാരണം അവ കണ്ടില്ലേ നല്ല ഹാപ്പിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചിനിങ്ങുണ്ടാവും. രാവിലെ കുളി കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ആൾക്ക്. കാരണം അച്ഛനാണ് ഇന്ന് കുളിപ്പിച്ചത്, എണ്ണ തേച്ച് കുളിപ്പിച്ചതുകൊണ്ട് അവനൊരു വഴുവഴുപ്പൊക്കെ ഉണ്ടായിരുന്നു മേത്ത്. അപ്പോൾ അവനത് മോതിരം ഇടുമ്പോൾ ലൂസായി പോരുക പറഞ്ഞിട്ടായിരുന്നു വാശി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആൾക്ക് പറഞ്ഞ് സോപ്പിട്ടപ്പോൾ ആൾ ഓക്കെ ആയി. അപ്പോൾ അമ്മയുടെ വീഡിയോ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഒരു 8:15 ആകുമ്പോഴത്തേക്കും റോട്ടിലോട്ട് കയറണം കേട്ടോ. എന്നാൽ മാത്രമേ ഓട്ടോ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വരുന്ന സുന്ദരികളായ പൂക്കളാണ് ഇതൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ കാണാൻ പറ്റുന്ന എപ്പോഴും കാണാൻ റോസാപ്പൂ അല്ല കേട്ടോ, ഇത് വേറൊരു തരം റോസയാണ്. ഇത് രണ്ടും അങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, നിറയെ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.